ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ പറയുന്ന നെഗറ്റീവ് കാര്യങ്ങളെ കോൺഷ്യസ് എഫോർട്ടോടുകൂടി പോസിറ്റീവ് ആക്കി മാറ്റിക്കൊണ്ട് എന്ത് പറയുമ്പോഴും, മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും നമ്മളോട് തന്നെ സംസാരിക്കുമ്പോഴും പോസിറ്റീവേ ഞാൻ പറയൂ എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് നമുക്ക് ഈ ദൃഢപ്രതിജ്ഞാ വാചകങ്ങൾ ജീവിതത്തിലുടനീളം ആചരിക്കാം. സ്വന്തം വില നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല, പയ്യുടെ വില പഠിച്ചു വെച്ചിട്ടുണ്ട്. ചെമ്പരത്തിപ്പൂവിന്റെ പരിച്ഛേദം, അല്ലെങ്കിൽ ഒന്നാം പാനിപ്പറ്റ് യുദ്ധം, രണ്ടാം പാനിപ്പറ്റ് യുദ്ധം, അല്ലെങ്കിൽ മുഗൾ രാജവംശത്തിന്റെ തളർച്ച, ഉയർച്ച, പതനം, ബ്രിട്ടന്റെ ചരിത്രം പഠിക്കുന്നതിനേക്കാൾ മുന്നേ നമ്മുടെ ചരിത്രം പഠിക്കണ്ടേ? നമസ്കാരം, ഞാൻ ലാലുമലൈ. നമ്മൾ സ്കൂളിലും കോളേജുകളിലും ഒന്നും പഠിക്കാത്ത ഒരു വലിയ ആശയമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ അഫർമേഷനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. എന്താണ് അഫർമേഷൻ? ദൃഢപ്രതിജ്ഞാ വാചകങ്ങൾ. നമ്മുടെ മനസ്സിനോട് നമ്മൾ തന്നെ നിരന്തരം പറയുന്ന, ബോധപൂർവം പറയുന്ന വാക്കുകളെയാണ് അഫർമേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആരോടാണെന്ന് അറിയാമോ? നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് നമ്മുടെ ഭാര്യയോടോ, ഭർത്താവിനോടോ, മക്കളോടോ, കൂട്ടുകാരോടോ ഒന്നുമല്ല. നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് നമ്മളോടാണ്. എങ്കിൽ നമ്മളോട് സംസാരിക്കുന്നതിൽ 90% നെഗറ്റീവായ കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ നിരന്തരം നമ്മൾ ആലോചന ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പല കാര്യങ്ങളിലും സക്സസ് ആകാതെ പോകുന്നതും. അതുകൊണ്ട് നമ്മൾ കോളേജിലോ സ്കൂളിലോ ഒന്നും പഠിക്കുമ്പോൾ ഈ അഫർമേഷനെ കുറിച്ചോ, ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചോ ഒന്നും തന്നെ, വിഷ്വലൈസേഷനെ കുറിച്ചോ ഒന്നും തന്നെ നമ്മൾ പഠിച്ചിട്ടില്ല. ഇങ്ങനെ പഠിപ്പിക്കുന്ന പുതിയ കാര്യങ്ങളെ ചിലർ കണ്ണുമടച്ചെതിർക്കുകയും ചെയ്യും. അവര് ആ എതിർപ്പിന്റെ വഴിയെ പോയിക്കൊള്ളട്ടെ. പക്ഷെ ഇത് സത്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് തന്നെ നമ്മൾ നിരന്തരം പറയുന്ന പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ നമ്മളെ ബലപ്പെടുത്തും, നമ്മളെ സക്സസ് ആക്കും. ഞാൻ എൻ്റെ ഒരു ഉദാഹരണം പറയാം. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്നോട് കുറച്ചു പേർ ചോദിച്ചു, പത്രമാധ്യമങ്ങളിലൊന്നും ദൃശ്യമാധ്യമങ്ങളിലൊന്നും എന്താ ഒരു ശ്രമം നടത്താത്തത്, അല്ലെങ്കിൽ അതിനകത്തൊന്നും എന്താ വരാത്തതെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ അതിനുവേണ്ടി ഒരു ശ്രമം നടത്തുകയോ അത് ആഗ്രഹിക്കുകയോ അതെന്റെ മനസ്സിൽ പറയുകയോ ചെയ്തിട്ടില്ല. ഇനി തൊട്ടൊന്ന് നോക്കാം എന്ന രീതിയിലൊരു 2 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു തുടങ്ങി. പത്രമാധ്യമങ്ങൾ എന്നെ ക്ഷണിക്കുന്നു, അല്ലെങ്കിൽ പത്രത്തിൽ എൻ്റെ ഒരു കോളം വരുന്നു, എൻ്റെ ഒരു റൈറ്റപ്പ് വരുന്നു, എൻ്റെ ഒരു ആർട്ടിക്കിൾ വരുന്നു, എന്നെ അങ്ങനെ ഒരുപാട് പേര് അറിയപ്പെടുന്നു. ഒരുപാട് പേരുടെ ഹൃദയങ്ങളെ ഉണർത്താനും ഒരുപാട് പേരുടെ മനസ്സിൽ പുതിയ പ്രചോദനാത്മക ചിന്തകൾ നൽകാനും എന്നെ ഉപയോഗപ്പെടുത്തുന്നു പത്രമാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ എന്ന് ഞാൻ എൻ്റെ ഉള്ളിൽ പറഞ്ഞു തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അത്ഭുതം എന്ന് പറയട്ടെ, ഈ ആഴ്ച ഒരു അത്ഭുതം നടന്നു. ഒരാഴ്ച മുമ്പ് എന്നെ മലയാള മനോരമയിൽ നിന്നും വിളിച്ചിട്ട് LDC പരീക്ഷയ്ക്ക് മുമ്പ് ഇറങ്ങുന്ന വളരെ പ്രഷ്യസ് ആയിട്ടുള്ള അവരുടെ ഒരു ഇഷ്യൂവിൽ താങ്കളുടെ ഒരു ആർട്ടിക്കിൾ വേണമെന്നും പറഞ്ഞാണ് എന്നെ വിളിച്ചത്. തീർച്ചയായിട്ടും അത് കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന സംഭവം എന്നെ തേടി വന്നു. ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ജീവിതത്തിൽ നമ്മൾ നിരന്തരം എന്താണോ നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ പറയുന്ന കാര്യങ്ങൾ പോസിറ്റീവ് ആണെങ്കിൽ അത് ഈ പ്രപഞ്ച ശക്തി നമുക്ക് വേണ്ടി ഗൂഢാലോചന നടത്തും എന്ന ആൽക്കമിസ്റ്റിൽ പൗലോ കൊയ്ലോ പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് അഫർമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ അഫർമേഷനെ എങ്ങനെ നമുക്ക് കൊണ്ടുവരാം? പ്രിയപ്പെട്ടവർ, നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ ഒരു 10-25 വർഷം നമ്മുടെ ജീവിതത്തിന്റെ നല്ല കാലം മുഴുവൻ പഠനത്തിനായി ഉപേക്ഷിച്ചു. എന്ത് പഠിക്കാൻ? ബാക്കി ശിഷ്ടമുള്ള കാലത്തെ എങ്ങനെ നശിപ്പിക്കാമെന്നാണ് നമ്മൾ പഠിപ്പിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വന്തം വില നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല, പയ്യുടെ വില പഠിച്ചു വെച്ചിട്ടുണ്ട്. ചെമ്പരത്തിപ്പൂവിന്റെ പരിച്ഛേദം, അല്ലെങ്കിൽ ഒന്നാം പാനിപ്പറ്റ് യുദ്ധം, രണ്ടാം പാനിപ്പറ്റ് യുദ്ധം, അല്ലെങ്കിൽ മുഗൾ രാജവംശത്തിന്റെ തളർച്ച, ഉയർച്ച, പതനം, ബ്രിട്ടന്റെ ചരിത്രം പഠിക്കുന്നതിനേക്കാൾ മുന്നേ നമ്മുടെ ചരിത്രം പഠിക്കണ്ടേ? നമ്മൾ എന്തിനാ ഈ ഭൂമിയിലേക്ക് വന്നതെന്ന് പഠിക്കണ്ടേ? നമ്മുടെ മാതാപിതാക്കൾ ആരായിരുന്നു പഠിക്കണ്ടേ? നമ്മുടെ സാധ്യതകൾ എന്താണെന്ന് പഠിക്കണ്ടേ? ഈ ചരിത്രം പഠിക്കാതെ നമ്മൾ ബ്രിട്ടന്റെ ചരിത്രവും ഫ്രാൻസിന്റെ ചരിത്രവും ഒക്കെ പഠിച്ചാൽ അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നവരാരും എവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകത. വ്യത്യസ്തമായിട്ട് ചിന്തിക്കുകയും വ്യത്യസ്തമായ ആംഗിളിലൂടെ യാത്ര ചെയ്യുകയും വേറിട്ട വഴികളിലൂടെ സഞ്ചരിക്കുകയും ചെയ്തവർ മാത്രമാണ് ജീവിതത്തിൽ ഉന്നതരായിരിക്കുന്നതും ജീവിതത്തിൽ സക്സസ് ആയിരിക്കുന്നതും. ഈ സക്സസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുക. ഈ അഫർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഒന്ന്, പ്യുവർ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കും. എനിക്ക് കഴിയില്ല, എനിക്കത് ഒക്കില്ല, അത് പോസിബിൾ അല്ല, അത് സാധ്യമല്ല, എന്നെ കൊണ്ട് കഴിയില്ല. ഇങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങൾ നമുക്ക് ലിമിറ്റേഷൻ ഇട്ടുകൊണ്ട് നമ്മൾ അട്ടർ നെഗറ്റീവായിട്ടുള്ള, പ്യുവർ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കും. തീർച്ചയായും ഈ പ്യുവർ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കുക. എനിക്ക് കഴിയും, ഐ ക്യാൻ,
അല്ലെങ്കിൽ ഇറ്റ് ഈസ് പോസിബിൾ, ഇങ്ങനെ നമുക്ക് പറയാൻ കഴിയണം, എനിക്ക് സാധ്യമാണ് എന്ന് പറയാൻ കഴിയുന്ന ഒരു പ്യുവർ നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്കുള്ള യാത്ര അഫർമേഷൻ അത്യാവശ്യമാണ്. അടുത്തത് സീമിംഗ്ലി പോസിറ്റീവ് എന്ന് പറയും. പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും പോസിറ്റീവ് ആണെന്ന്, പക്ഷേ അത് നെഗറ്റീവ് തന്നെയാണ്. കാരണം എനിക്ക് ചെയ്യാൻ കഴിയുമോ എന്നറിയില്ല. ഡോണ്ട് പാനിക്, ഭയപ്പെടേണ്ട. എന്തിന് കാം സ്റ്റേ എന്ന് പറഞ്ഞുകൂടെ, അല്ലെ ധൈര്യമായി ഇരിക്കുമെന്ന് പറഞ്ഞുകൂടെ? അല്ലെങ്കിൽ നമ്മൾ മക്കളോടൊക്കെ തന്നെ പറഞ്ഞു ഒച്ചത്തിൽ സംസാരിക്കടാ എന്ന് പറയുന്നതിന് പകരം സാവധാനം സംസാരിക്കുമെന്ന് പറഞ്ഞുകൂടെ? അല്ലെങ്കിൽ അങ്ങോട്ട് പോകരുതടാ എന്ന് പറയുമ്പോൾ എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞുകൂടെ? ഡോണ്ട് ബി ലേറ്റ് എന്ന് പറയും, താമസിച്ച് വരരുത്. നേരത്തെ വന്നുകൂടെ എന്ന് ചോദിച്ചുകൂടെ? നേരത്തെ വരണമെന്ന് പറഞ്ഞുകൂടെ? ഇങ്ങനെ നമ്മൾ പകുതി നെഗറ്റീവും പകുതി പോസിറ്റീവായിട്ട് സംസാരിക്കുന്നു. അഫർമേഷന് പറ്റില്ല. പൂർണ്ണമായും പോസിറ്റീവായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും സംസാരിക്കും. ഇപ്പൊ 2 കാര്യം ശ്രദ്ധിക്കുക. പ്യൂർലി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ പാടെ ഉപേക്ഷിക്കുക. 2 പോസിറ്റീവ് എന്ന് തോന്നുന്ന നെഗറ്റീവുകൾ ഉപേക്ഷിക്കുക. ഇനി അഫർമേഷനെ സഹായിക്കുന്ന 3 Pകളെ കുറിച്ച് പറയാം. അതിൽ ഒന്നാമത്തത് പോസിറ്റീവായിട്ട് മാത്രം എപ്പോഴും സംസാരിക്കുക. നമ്മളോട് സംസാരിക്കുമ്പോഴും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ സംസാരിക്കുക. ഇറ്റ് ഈസ് പോസിബിൾ എന്ന് പറയുക, ഇമ്പോസിബിൾ സാധ്യമല്ല എന്ന് പറയുന്നത് ഒഴിവാക്കുക. രണ്ടാമത്തെ P എന്ന് പറയുന്നത് പേഴ്സണലായിട്ട് സംസാരിക്കുക, പേഴ്സണലൈസ് ചെയ്ത് സംസാരിക്കുക. കാരണം പോസിറ്റീവായിട്ട് പേഴ്സണലൈസ് ചെയ്ത് അത് എനിക്ക് കഴിയും, അത് എനിക്ക് എനിക്ക് ചെയ്യാൻ കഴിയും, ടുഡേ ഈസ് മൈ ഡേ, ഇന്ന് എൻ്റെ ദിവസമാണ്, ഐ ആം ദ ബെസ്റ്റ് എന്നൊക്കെ നമ്മളെ തന്നെ ചേർത്ത് പറയുക. പേഴ്സണലൈസ് ചെയ്ത് നമ്മൾ പോസിറ്റീവ് അഫർമേഷൻ കൊടുക്കുക. മൂന്നാമത്തേത്, നമ്മൾ പ്രസന്റ് ടെൻസിലോ പ്രസന്റ് കണ്ടിന്യൂസിലോ മാത്രം അഫർമേഷനുകൾ ചെയ്യുക. അല്ലാതെ നമ്മൾ പാസ്റ്റിൽ ചെയ്യാൻ പാടില്ല, ഫ്യൂച്ചറിലും ചെയ്യാൻ പാടില്ല. ഐ വിൽ ഫെയിൽ, ഞാൻ തോൽക്കും എന്ന് പറയുന്നതിന് പകരം ഐ ആം എ വിന്നർ എന്ന് പറയാം. ഐ വിൽ ഫെയിൽ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് വാക്കിന് പകരം ഐ വിൽ വിൻ എന്ന് പറയുമ്പോൾ അത് നടക്കാൻ പോകുന്ന കാര്യമാണ്, അത് പ്രസന്റ് ടെൻസ് അല്ല. പകരം ഐ ആം എ വിന്നർ, ഐ ആം സക്സീഡ് എന്ന് പറയാം. ഇനി അഫർമേഷൻ പറയുമ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വെറുതെ അങ്ങ് പറഞ്ഞു പോവുകയല്ല. നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ഭാവമാറ്റങ്ങൾ പോലും അനുഭവിച്ചുകൊണ്ട്, അനുഭവ തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ അഫർമേഷൻ പറയാൻ ശ്രമിക്കണം. തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ പോസിറ്റീവ് അഫർമേഷൻസുകൾ വലിയ മാറ്റം ഉണ്ടാക്കും. അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് മലയാള മനോരമ വിജയവീഥിയിലെ ഈ ആഴ്ചയിലെ എൻ്റെ ആ ഒരു ആർട്ടിക്കിൾ, വിജയത്തെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ എങ്ങനെ പരീക്ഷയ്ക്ക് ഒരുങ്ങാം എന്നുള്ള ആർട്ടിക്കിൾ. അതിനുള്ള ഒരു ഉദാഹരണമാണ്. നിങ്ങൾ അത് വായിച്ചിട്ടില്ലെങ്കിൽ ആ ആർട്ടിക്കിൾ വായിക്കണം. തീർച്ചയായും അത് ഒരുപാട് നമ്മൾ ഏത് പരീക്ഷയും അതിജീവിക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ വളരെ സരളമായും ലളിതമായും നിങ്ങൾക്ക് ഞാനതിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ ഇന്നത്തെ ഒരു സന്തോഷം ഈ ഒരു വീഡിയോയിലൂടെ അറിയിക്കാനാണ് ഞാൻ എത്തിയത്. ഇത് എപ്പോഴൊക്കെ ചെയ്യാമെന്നുള്ളത് ഒരു ചോദ്യമാണ്. തീർച്ചയായിട്ടും ഇത് പ്രഭാതത്തിൽ ഉണർന്ന ഉടനെയും രാത്രി ഉറങ്ങുന്നതിന് മുമ്പേയും. കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് കൂടുതൽ അലർട്ടായിരിക്കുന്ന സമയമാണത്. ഒരു ആൽഫ സ്റ്റേജിലേക്ക് വരുന്ന സമയമാണ്. ഈ സമയത്ത് ഈ ഒരു 5 മിനിറ്റ് എടുത്ത് ഇത് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോയോടൊപ്പം ഒരു അഫർമേഷൻ ചെയ്ത് കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ നീണ്ടു പോകുന്നതുകൊണ്ട് അടുത്ത ശനിയാഴ്ച ഒരു 5 മേഖലകളായി തിരിച്ചുകൊണ്ട് ഈ 5 മേഖലകളിലുള്ള ഒരു അഫർമേഷൻ എങ്ങനെ നമുക്ക് വിജയകരമായി മെഡിറ്റേറ്റ് ചെയ്യാം എന്ന് ചെയ്യുന്ന ഒരു വീഡിയോ അടുത്ത ശനിയാഴ്ച 7 മണിക്കിടും. നിങ്ങളത് കാത്തിരിക്കുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയതായിട്ട് അറിയാനുള്ള നിർദ്ദേശങ്ങളും അറിയിച്ചാൽ ഉപകാരമായിരിക്കും. അതിന് പ്രകാരം നിങ്ങൾക്ക് അതിന് പറ്റുന്ന വീഡിയോകൾ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഒപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പ്രിയമുള്ളവരെ, ഞങ്ങൾ നടത്തുന്ന 21 ദിവസത്തെ ഓൺലൈൻ മെഡിറ്റേഷനിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ജോയിൻ ചെയ്യുക. നന്ദി.